മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ സാരിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അതൊക്കെ പ്ലീറ്റ് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കിയിട്ടേ. അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തിയിട്ട് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മൾ ബസ് ഇറങ്ങി വന്ന സമയം നല്ല മഴയായിരുന്നു. പിന്നെ കുറച്ചൊന്ന് ലേറ്റായി അവിടുത്തെ ടീച്ചേഴ്സൊക്കെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നമ്മൾ പുറത്തൊക്കെ നിന്നതിന് ശേഷം നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഫസ്റ്റ് പ്രൈമർ ആൻഡ് മോയ്സ്ചറൈസറൊക്കെയാണ് അപ്ലൈ ചെയ്തത്. കുറേ സ്റ്റെപ്പൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ചെയ്യാനും കാര്യങ്ങളും പോവാനും ഒക്കെ ആയിട്ട്. അപ്പം വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആദ്യം തന്നെ നമ്മുടെ കണ്ണിൽ ലെൻസ് വെച്ചതായിരുന്നു. അതൊരു വലിയൊരു കടമ്പ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കണ്ണിൽ ഇത് ലെൻസ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടും എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവരും കരച്ചിലുണ്ടായിരുന്നു കേട്ടോ ഏകദേശം. അപ്പം അത് പിന്നെ ലാസ്റ്റ് ടൈമിലേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ തടയണ മാതിരിയൊക്കെ. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഐലാഷസ് വെച്ചു, ഐ മേക്കപ്പ് ചെയ്തു, ഐബ്രോ ഷെയ്ഡ് ചെയ്തു. അങ്ങനെയൊക്കെ ഓരോന്നും സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹെയർ ക്രിംപ് ചെയ്യാനായിരുന്നു കേട്ടോ പോയിരുന്നത്. അത് ഏറ്റവും വലിയ മെനക്കേടുള്ള പണിയായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് നല്ല എല്ലാവർക്കും അതാണ് തോന്നുന്ന ഏറ്റവും വലിയ ടഫ് ടാസ്ക് ആണത്. ബ്രൈഡിനെ ഒരുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടൈം പോകുന്നതും അധ്വാനമുള്ള ഒരു ജോലിയും അതുതന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഇരുന്ന് കൊടുക്കുന്നതും തന്നെ എൻ്റെ മാരേജിൻ്റെ സമയത്ത് എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സംഭവം, എനിക്ക് മാരേജ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വലിയ പേടിയുള്ള സംഭവമായിട്ട് മാറിയത് അതാട്ടോ. കാരണം വെച്ചാൽ എൻ്റെ മാരേജിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ ഹെയർ കേൾ ചെയ്ത സമയത്ത് എൻ്റെ ഫേസ് പൊള്ളിപ്പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടി. ഞാൻ അവിടെ എങ്ങനെയൊക്കെയോ ഇരുന്ന് കൊടുത്തതാണ്. ഞാൻ അങ്ങനെ പറയുന്നുണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിക്കാണൊക്കെ ചെയ്തു തന്നതും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഹെയറൊക്കെ ക്രിംപ് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫൗണ്ടേഷൻ പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോഴും മോയ്സ്ചറൈസറും പ്രൈമറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫേസ് ആദ്യം നല്ലോണം തുടച്ചെടുത്തതിന് ശേഷം ബേസ് ഫൗണ്ടേഷൻ, HD ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. സാരിയൊക്കെ നേരത്തെ പ്ലീറ്റ് ചെയ്ത് സെറ്റാക്കി കൊണ്ടുവന്നതിനോട് ആ ഒരു ടെൻഷനിലായിരുന്നു. കാരണം അന്നേരം നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മേക്കപ്പ് ചെയ്ത് ഞാൻ നേരെ സാരി ഉടുത്താൽ മതിയായിരുന്നു. പിന്നെ ഓരോ ബ്രൈഡും ഓരോ തീമിൽ ഓരോ ഹെയർ സ്റ്റൈൽ, മേക്കപ്പ് കാര്യങ്ങൾ. പിന്നെ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇവർക്ക് ചേച്ചിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, മേച്ചാവോ ഫേസ്. അപ്പം അതിനനുസരിച്ച് ചേച്ചി നല്ല രീതിക്ക് തന്നെയാണ് ഫൗണ്ടേഷൻ മിക്സ് ചെയ്തതും കാര്യങ്ങളും. നല്ലൊരു എൻ്റെ ഫേസിന് പറ്റിയ, എൻ്റെ കളർ ടോണിന് പറ്റിയ സെയിം ഫൗണ്ടേഷൻ മിക്സ് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു നല്ല രീതിക്ക് തന്നെ. അങ്ങനെ ഫൗണ്ടേഷനും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം നേരെ ഓർണമെൻറ്റ്സ് ആണ് സെറ്റ് ചെയ്തത്. ചുട്ടിയാണ് നമ്മുടെ ഹെയർ ചെയ്യുന്നതിന് മുന്നേ ചുട്ടിയും ഒക്കെ സെറ്റാക്കിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഹെയറിലേക്ക് കടന്നത്. കുറച്ച് മെനക്കെട്ടിട്ടുണ്ട് ഞാൻ ആ കുടുക്കൊക്കെ ഊരിയെടുക്കാൻ. പക്ഷേ അവിടുത്തെ സ്റ്റുഡൻസ് തന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ട് അന്നേരം തന്നെ നമ്മുടെ ഹെയറിലെ സ്പ്രേയും സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി തന്നതിന് ശേഷമാണ് നമ്മൾ വിട്ടത് കേട്ടോ. അപ്പം എങ്ങനെ ഹെയർ വാഷ് ചെയ്യണം, എങ്ങനെ ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങൾ ഫുൾ അവിടുന്ന് പറഞ്ഞു തന്നതിന് ശേഷമാണ് നമ്മളെ വീട്ടിലേക്ക് വിട്ടത്. പിന്നെ നല്ലൊരു ഹെയർ സ്റ്റൈല് മാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിനനുസരിച്ച് ചേച്ചി സെറ്റാക്കി തന്നിട്ടുണ്ട്. മാമും ചേച്ചിയും കൂടി സെറ്റാക്കിയാണ്. അടിപൊളിയായിട്ട് ഹെയർ വന്നു. ഏകദേശം എല്ലാവരും നമ്മൾ ഒരു 5-6 കൂട്ടത്തിൽ കൂടുതൽ ഹിന്ദു ബ്രൈഡ്സ് തന്നെയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് സാരിയൊക്കെ എടുത്തിട്ട്. പിന്നെ നമ്മൾ എല്ലാം സെറ്റായി ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ബ്രൈഡിനും സെപ്പറേറ്റ് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ചാനലിന്റെ പേരെന്താ?
ബിരിയാണി ഒക്കെയാണ് കഴിക്കുന്നത്. പക്ഷെ നോക്കി ഏതെടുത്താലും 10 എന്നുള്ള രീതിയാണ് പോകുന്നത്. അതെ, ഏത് ചെക്കനും വേറെ വരാം. ഞങ്ങള് ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടിന് പോവാണ്. മൈക്ക് വെച്ചിട്ടല്ലോ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. മൈക്ക് വാങ്ങണം. എൻ്റെ ഒറ്റ വീഡിയോക്ക് ക്ലാരിറ്റി ഇല്ല. സൗണ്ട് മറ്റേ വോയിസ് ഓവർ വോയിസ് ഓവർ മടിയ സൗണ്ട്. ഓ ഇവിടെ ഉണ്ട്, വേണ്ട ആവോ. അടുപ്പിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഔട്ട്ഡോർ പോയ സമയത്ത് കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് സ്പോട്ടിൽ കളിക്കാൻ പറ്റിയ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ 2 ക്രിസ്ത്യൻ ബ്രൈഡും ഞാനും കൂടി ഡാൻസ് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ റൂമിൽ നമ്മൾ ഇൻഡോറായിട്ടും പ്രാക്ടീസ് അപ്പം തന്നെ നമ്മൾ സ്റ്റെപ്പൊക്കെ നോക്കി എന്തൊക്കെയോ തട്ടിക്കൂട്ടി കുറേ റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ. മഴയുണ്ട് വെയിലും ഉണ്ട്. മഴ ചോർന്നൊരു സമയം നമ്മളെല്ലാവരും കൂടി ഔട്ട്ഡോർ എടുക്കാൻ. ഗൈസ് ഇതാ മറ്റേ ക്രിസ്ത്യൻ ബ്രൈഡ് കേട്ടോ. ഇവിടെ നോക്ക്, മനസ്സിലാവണില്ല. ഗൈസ് ബൈ, വാച്ച് കാണില്ല. ബൈ എടി, ബായ് പറയടി. ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ടേ. അങ്ങനെ ഇതാ ഫുൾ മേക്കപ്പ് ഒക്കെ അയച്ച് ഞങ്ങൾ പോവുകയാണ് തിരിച്ച്. എല്ലാവരും പോയി ഏകദേശം. ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇൻട്രോ ഒന്നും തരുന്നില്ല. ഇൻട്രോ വെച്ചാൽ നമ്മൾ ഒരു അങ്ങനെ ഐമാക്കിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ചേച്ചി നമ്മളെ വിളിച്ചാണ്. അവൾക്ക് 10 days കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ എക്സാമാണ്. സോ അപ്പം ചേച്ചി വിളിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ചെയ്യാൻ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു 12 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവർക്ക് ട്രയൽ ബ്രൈഡ്സും ഉണ്ടായിരുന്നു. അപ്പം ഓരോരുത്തരും ഓരോ തീമായിരുന്നു. മുസ്ലിം ബ്രൈഡ്, ഹിന്ദു ബ്രൈഡ്, ക്രിസ്ത്യൻ ബ്രൈഡ്, അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഏകദേശം പോയി. ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു മേക്കപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ കൂടുതൽ വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ആയു ഞാൻ വരുന്നുണ്ട് പറഞ്ഞപ്പോഴേക്ക് വേഗം വിളിച്ച് നിൽക്കണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും.